ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് അഥവാ EVM കുറെ സ്ഥാനാർത്ഥികളിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള ലളിതമായ മാർഗം അവതരിപ്പിക്കുന്നു. EVMന്റെ 3 വെർഷനുകളുണ്ട്. 2006 മുമ്പുള്ളത്, 2006 ശേഷമുള്ളത്, പിന്നെ ഏറ്റവും പുതിയത്, അതായത് അപ്ഗ്രേഡഡ് പോസ്റ്റ് 2006 EVM. പുറമെ നിന്ന് എല്ലാം ഒരുപോലെ കാണപ്പെടുന്നു. എന്നാൽ വ്യത്യാസം ഇതിന്റെ ഡിസ്പ്ലേയിലും അനുബന്ധിത ഫീച്ചേഴ്സിലുമാണ്. EVMന്റെ എല്ലാ വെർഷനുകളിലും 2 അടിസ്ഥാന ഘടകങ്ങളുണ്ട്. ബാലറ്റിംഗ് യൂണിറ്റ് അഥവാ BU, പിന്നെ കൺട്രോളിംഗ് യൂണിറ്റ് അഥവാ CU. എല്ലാ ഘടകങ്ങളും പ്രത്യേക ബോക്സുകളിൽ പാക്ക് ചെയ്യപ്പെട്ടാണ് വരുന്നത്. അതിന്റെ മധ്യത്തിലും വശങ്ങളിൽ ലേച്ചസ് ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയാണത് തുറക്കുക. സമ്മതിദായകർ ബാലറ്റിംഗ് യൂണിറ്റ് ഉപയോഗിച്ച് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നു. ബാലറ്റ് പേപ്പർ ഇവിടെയാണ് ഉറപ്പിച്ചിട്ടുള്ളത്. BUവും CUവും ഒരു കേബിളുമായി ബന്ധിച്ചിരിക്കുന്നു. അത് BUവുമായി സ്ഥിരമായി ഘടിപ്പിച്ചിരിക്കുന്നു. ഓരോ ബാലറ്റിംഗ് യൂണിറ്റിലും നോട്ട ഉൾപ്പെടെ 16 സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളിക്കാം. 4 BUകൾ ഒന്നിച്ചാൽ 64 സ്ഥാനാർത്ഥികളെ വരെ ഉൾക്കൊള്ളിക്കാം. ഇതിൽ നോട്ടയും ഉൾപ്പെടുന്നു. കൺട്രോൾ യൂണിറ്റ് BUവിനെ ആക്ടിവേറ്റ് ചെയ്ത് സമ്മതിദായകർക്ക് തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ സഹായിക്കുന്നു. കൂടാതെ വോട്ടിന്റെ റെക്കോർഡും സൂക്ഷിക്കുന്നു. ഓരോ സമ്മതിദാനത്തിനു മുമ്പായി ഓരോ പോളിംഗ് ബൂത്തുകളിലും BUവും CUവും തയ്യാറാക്കണം. ഈ മെഷീനുകൾ ഉപയോഗിക്കുന്ന അവസരത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. എന്നാൽ തൽക്കാലം CU വിഭാഗത്തെ പരിചയപ്പെടാം. ഇതാണ് പവർ ഓൺ ലാമ്പ്. ഇതാണ് ബിസി ലാമ്പ്. ഡിസ്പ്ലേ സെക്ഷൻ, കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷൻ, റിസൾട്ട് സെക്ഷൻ, ബാലറ്റ് സെക്ഷൻ. ഇതിനു പുറമെ പവർ ഓൺ സ്വിച്ചും കൺട്രോൾ യൂണിറ്റിന്റെ അടിയിൽ BUവുമായാണ് കണക്ട് ചെയ്യുന്ന സോക്കറ്റ് കൂടി പരിശോധിക്കണം. ഫസ്റ്റ് ലെവൽ ചെക്കിംഗ്. FLC വലിയ ഹാളുകളിലാണ് നടക്കുക. അവിടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വയ്ക്കാറില്ല. പിന്നെ ഹാളിൽ പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയും മെറ്റൽ ഡിറ്റക്ടർ ഡോറിലൂടെയാണ് കടന്നു പോകേണ്ടത്. കൂടാതെ അവർ DEO മുഖേന ലഭിച്ചിരിക്കുന്ന തിരിച്ചറിയൽ കാർഡ് കാണിക്കേണ്ടതാണ്. EVMs FLCയുടെ പ്രാഥമിക തല പരിശോധന BEL അല്ലെങ്കിൽ ECILന്റെ അംഗീകൃത എഞ്ചിനീയർ ചെയ്യുന്നു. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷൻ സംബന്ധിച്ച പ്രഖ്യാപനം വരുന്നതിന് വളരെ മുമ്പായി DEO ഏർപ്പാടാക്കുന്നു. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരിക്കണം ചെയ്യേണ്ടത്. ഈ പ്രക്രിയകളുടെയെല്ലാം മേൽനോട്ടം എപ്പോഴും DEO മുഖേന നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ വഹിക്കേണ്ടതാണ്. പ്രസ്തുത ഉദ്യോഗസ്ഥൻ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനേക്കാൾ കുറഞ്ഞ റാങ്കിൽ ഉള്ളവരാകരുത്. ഈ പ്രക്രിയകളെല്ലാം പൂർണ്ണമായും വീഡിയോ റെക്കോർഡിംഗ് ചെയ്യണം. കൂടാതെ CCTVയിലൂടെ DEO ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. FLCയിൽ അനുക്രമമായി ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം. EVM നല്ലതുപോലെ വൃത്തിയാക്കണം. ഇതിൽ ടാഗുകൾ നീക്കലും മുൻകാല റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്യലും ഉൾപ്പെടുന്നു. എല്ലാ കോമ്പണന്റുകളുടെയും പരിശോധന. ഭൗതിക പരിശോധനയിലൂടെ ഉറപ്പാക്കുക എല്ലാ കോമ്പണന്റുകളും ഒറിജിനലാണെന്ന്. EVMന്റെ പൂർണ്ണമായുള്ള പ്രവർത്തന സജ്ജത പരിശോധന. 16 സ്ഥാനാർത്ഥികളുടെയും സ്വിച്ചുകളിൽ വോട്ട് ചെയ്യൽ, മോക്ക് പോളിന്റെ ഫലം കാണൽ, കൂടാതെ എല്ലാ മെഷീനുകളിൽ നിന്നും പഴയ ഡാറ്റകൾ നീക്കം ചെയ്യൽ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ ഏത് EVM വേണമെങ്കിലും എടുത്ത് അതിൽ മോക്ക് പോളിംഗ് നടത്താനുള്ള അനുവാദം കൊടുക്കണം. കുറഞ്ഞത് 5% മെഷീനുകളിൽ കുറഞ്ഞത് 1000 വോട്ടെങ്കിലും രേഖപ്പെടുത്തുന്നതാണ്. 1000 വോട്ടിന്റെ സീക്വൻഷ്യൽ പ്രിന്റൌട്ട് എടുത്ത് മോക്ക് പോളിന്റെ ഫലം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ മുൻപിൽ പ്രദർശിപ്പിക്കണം. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് ഈ പ്രിന്റൌട്ട് നൽകണം. അവർ മോക്ക് പോളിംഗ് ഫലത്തിൽ സംതൃപ്തരാകണം. കൂടാതെ ബന്ധപ്പെട്ട രേഖകളിൽ അവരുടെ ഒപ്പുവാങ്ങണം. കേടായ EVM മെഷീനുകൾ റിപ്പയറിംഗിനായി മാറ്റിവെക്കണം. മെക്കാനിക്കൽ തകരാറുള്ള EVM ഫീൽഡിൽ വെച്ച് തന്നെ ശരിയാക്കുന്നു. ഇലക്ട്രോണിക് തകരാറുള്ള EVM ഉടനെ ശരിയാക്കി കിട്ടാൻ അതിന്റെ നിർമ്മാതാവിന് അയച്ചു കൊടുക്കണം. FLCക്ക് ശേഷം കൺട്രോൾ യൂണിറ്റിനെ ഒരു യൂണിക് ഐഡിയുള്ള പിങ്ക് പേപ്പർ കൊണ്ട് സീൽ ചെയ്യേണ്ടതാണ്. നാസിക് സെക്യൂരിറ്റി പ്രസ് മുഖേന സപ്ലൈ ചെയ്യപ്പെട്ട ഈ ID കൺട്രോൾ യൂണിറ്റിന്റെ കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷനും റിസൾട്ട് സെക്ഷനും ഇടയിലായി ഒട്ടിക്കണം. ഈ സീല് കൊണ്ട് ഉറപ്പാക്കുന്നത് ഇനി ആർക്കും ഈ പിങ്ക് പേപ്പർ സീൽ പൊട്ടിക്കാതെ CUവിന്റെ ഇന്റേണൽ പാർട്സ് വരെ എത്തിച്ചേരാൻ കഴിയരുത് എന്നതാണ്. മെഷീൻ നിർമ്മാതാക്കളുടെ എഞ്ചിനീയർമാരും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഈ പിങ്ക് പേപ്പർ സീലിന്മേൽ ഒപ്പിടണം.
EVMന്റെ യൂണിക് ഐഡിയും പിങ്ക് പേപ്പർ സീലിന്റെ സീരിയൽ നമ്പറും ഒരു രജിസ്റ്ററിൽ എഴുതി വയ്ക്കണം. അതിൽ രാഷ്ട്രീയ പാർട്ടികൾ അറ്റസ്റ്റ് ചെയ്യണം. ഈ രജിസ്റ്ററിന്റെ ഒരു ഫോട്ടോ കോപ്പി കൊടുത്തിട്ട് അതിന്റെ റിസിപ്റ്റ് വാങ്ങണം. എല്ലാ ദേശീയവും പ്രാദേശികവുമായ രാഷ്ട്രീയ പാർട്ടികളാൽ, കാൻഡിഡേറ്റ് സെറ്റിംഗിന്റെ സമയത്ത് സ്ഥാനാർത്ഥികളാലും, വോട്ടെണ്ണൽ സമയത്ത് സാന്നിധ്യം ഉള്ളവരാലും. റാൻഡമൈസേഷൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ റാൻഡമൈസേഷന്റെ 2 തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യത്തേത് DEO തലത്തിൽ. ഈ അവസരത്തിൽ EVM FLCക്ക് ശേഷം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് അഥവാ സെഗ്മെന്റ്സിന് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തേത് RO പോളിംഗിന് വേണ്ടി EVM തയ്യാറാക്കുന്നു, ഏതെങ്കിലും പ്രത്യേക പോളിംഗ് സ്റ്റേഷനിലേക്ക് EVM നൽകാൻ വേണ്ടി. DEO തലത്തിൽ റാൻഡമൈസേഷൻ ചെയ്യാൻ നൽകപ്പെട്ട സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്നു. നിയമസഭാ നിയോജക മണ്ഡലങ്ങൾക്കായുള്ള EVMന്റെ റാൻഡം അലോക്കേഷന് ശേഷം ട്രെയിനിങ്ങിന്റെയും അവയർനെസിന്റെയും റാൻഡം അലോക്കേഷൻ നടക്കുന്നു. സമ്മതിദാനത്തിനായുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പച്ച സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും. ട്രെയിനിങ്ങിന്റെയും അവയർനെസിന്റെയും EVM മെഷീനിന്മേൽ മഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും. ഈ രണ്ടിന്റെയും ഒരു AC വൈസ് ലിസ്റ്റ് തയ്യാറാക്കി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് നൽകുന്നു. പിന്നെ ട്രെയിനിങ്ങിന്റെയും അവയർനെസിന്റെയും EVM ബന്ധപ്പെട്ട അധികാരികളെ ഏൽപ്പിക്കുന്നു. വോട്ടെടുപ്പിനുള്ള EVM ROവിനെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം ഇവയെല്ലാം ഒരു സെക്യൂരിറ്റി സ്ട്രോങ് റൂമിൽ വയ്ക്കുന്നു. അതിന് 24 മണിക്കൂറും കാവലുണ്ടായിരിക്കണം. ഈ സ്ട്രോങ് റൂമിന്റെ താഴിന്മേൽ സീൽ വയ്ക്കാൻ അദ്ദേഹം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുവാദം നൽകുന്നു. പ്രീ പോൾ പ്രിപ്പറേഷൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് അഥവാ EVM തിരഞ്ഞെടുപ്പിന് സജ്ജമാക്കുന്നത് മത്സരാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷമാണ്. കമ്മീഷൻ EVMൽ നോട്ട ഇവരിൽ ആരുമല്ല എന്ന ഓപ്ഷൻ കൂടി ചേർത്തിട്ടുണ്ട്. ഈ ആവശ്യത്തിനായി അവസാന മത്സരാർത്ഥിയുടെ സീരിയൽ നമ്പർ, പേര്, ചിഹ്നം എന്നിവയ്ക്ക് ശേഷം ബാലറ്റ് പേപ്പറിൽ നൺ ഓഫ് ദ അബവ് എന്നതിന്റെ സീരിയൽ നമ്പറും ചിഹ്നവും അച്ചടിച്ചിരിക്കണം. RO തലത്തിൽ EVM സജ്ജമാക്കുന്ന ജോലി ഒരിക്കൽ കൂടി വലിയ ഹാളിൽ മത്സരാർത്ഥികളുടെയോ അഥവാ അവരുടെ ഏജന്റുമാരുടെയും കമ്മീഷൻ നിരീക്ഷകരുടെയും സാന്നിധ്യത്തിൽ നിലവിലുള്ള സുരക്ഷാ പ്രക്രിയയ്ക്കനുസരിച്ച് നടത്തപ്പെടുന്നു. EVMS ബന്ധപ്പെട്ട എഞ്ചിനീയർമാരാൽ പരിശോധിക്കപ്പെടുന്നു. ഏതെങ്കിലും EVM കേടുവന്നതായി കണ്ടാൽ അത് നീക്കം ചെയ്യുന്നു. FLCയുടേതുപോലെയുള്ള ഒരു മോക്ക് പോൾ ഈ ഘട്ടത്തിൽ നടത്തുന്നു. ഇതിന്റെ രീതികളെല്ലാം ആദ്യത്തേതുപോലെ തന്നെയായിരിക്കണം. ആദ്യം വിശദീകരിച്ച രീതിയിൽ തന്നെ റാൻഡമൈസേഷൻ പ്രക്രിയയിലൂടെ EVM വിനിയോഗിക്കുന്നു. അലോക്കേറ്റ് ചെയ്യാത്തതും എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കേണ്ടതുമായ മെഷീൻമേൽ റിസർവ്ഡ് എന്ന് രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നു. അലോക്കേറ്റ് ചെയ്യപ്പെട്ട EVM ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട പോളിംഗ് സ്റ്റേഷനുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്നു. ഇതിന്റെ BUവിൽ പ്രാഥമികമായി ബാലറ്റ് പേപ്പർ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാലറ്റിംഗ് യൂണിറ്റിന്റെ മുൻവശത്തെ ഡോർ കവർ തുറക്കാൻ ലേച്ചസിനെ പുറകോട്ട് തള്ളി കവർ ഉയർത്തുക. അകത്തായി നിങ്ങൾക്ക് കാണാം സ്ലൈഡ് സ്വിച്ച്, കാൻഡിഡേറ്റ്സ് ബട്ടൺ, മാസ്കിംഗ് ടാബ് എന്നിവ. ഫ്രണ്ട് കവറിനെ പുറകോട്ടാക്കി 2 ലേച്ചസുകൾ ഒന്നിച്ച് അമർത്തുക. ബാലറ്റ് പേപ്പർ സ്ക്രീൻ തുറക്കും. അവിടെ ബാലറ്റ് പേപ്പർ ഫിക്സ് ചെയ്യുമ്പോൾ പേപ്പറിന്റെ പാർട്ടീഷൻ ലൈൻ BU കവറിന്മേലുള്ള ഗ്രൂവ്സിൽ ശരിക്കും യോജിച്ചിരിക്കുന്നുണ്ടോ എന്ന് സുനിശ്ചിതമാക്കണം. സ്ക്രീൻ അടച്ചതിനു ശേഷം അഡ്രസ് ടാഗ് ഘടിപ്പിക്കുക. എന്നിട്ട് ഇതിന്മേൽ സീൽ ചെയ്യുക. ഒന്നിൽ കൂടുതൽ ബാലറ്റിംഗ് യൂണിറ്റുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവയെ പരസ്പരം ബന്ധിപ്പിക്കേണ്ടതാണ്. അഡീഷണൽ ബാലറ്റിംഗ് യൂണിറ്റിനായി കണക്ടർ ഉപയോഗിക്കണം.
ഇതിനുശേഷം ഉപയോഗത്തിലല്ലാത്ത കാൻഡിഡേറ്റ് ബട്ടൺ മാസ്ക് ചെയ്യണം. ഇനി സ്ഥാനാർത്ഥികളുടെ എണ്ണമനുസരിച്ച് സ്ലൈഡ് സ്വിച്ചിന്റെ പൊസിഷൻ സെറ്റ് ചെയ്യുക. 1 മുതൽ 16 വരെ ക്രമസംഖ്യയുള്ള സ്ഥാനാർത്ഥികൾക്കായുള്ള BU1ന്റെ സ്ലൈഡ് റിസർവ് പൊസിഷനാണ് 1. 17 മുതൽ 32 വരെ ക്രമസംഖ്യയുള്ള സ്ഥാനാർത്ഥികൾക്കായുള്ള BU1ന്റെ സ്ലൈഡ് റിസർവ് പൊസിഷനാണ് 1. BU2ൽ ഇത് 2 ആണ്. 33 മുതൽ 48 വരെ ക്രമസംഖ്യയുള്ള സ്ഥാനാർത്ഥികൾക്കായുള്ള BU1ന്റെ സ്ലൈഡ് റിസർവ് പൊസിഷനാണ് 1. BU2ൽ ഇത് 2 ആണ്. പിന്നെ BU3ൽ 3 ആണ്. 49 മുതൽ 64 വരെ ക്രമസംഖ്യയുള്ള സ്ഥാനാർത്ഥികൾക്കായുള്ള BU1ന്റെ സ്ലൈഡ് റിസർവ് പൊസിഷനാണ് 1. BU2ൽ ഇത് 2 ആണ്. BU3ൽ 3ഉം പിന്നെ BU4ൽ 4ഉമാണ്. അതിനുശേഷം ബാലറ്റിംഗ് യൂണിറ്റിന്റെ കവർ അടയ്ക്കണം. എന്നിട്ട് 2 ലേറ്റസ്റ്റിന്മേലും അഡ്രസ് ടാഗ് ഘടിപ്പിച്ച് യൂണിറ്റ് സീൽ ചെയ്യണം. ഇതിനുശേഷം നാസിക് സെക്യൂരിറ്റി പ്രസ് നൽകിയ BUS യൂണിക് ഐഡിയുള്ള പിങ്ക് പേപ്പർ സ്ലിപ്പ് കൊണ്ട് സീൽ ചെയ്യണം. ഇത് 16ാമത്തെ സ്ഥാനാർത്ഥിയുടെ കൃത്യം താഴെയായി ഇങ്ങനെ ഒട്ടിക്കണം. പക്ഷേ സ്ഥാനാർത്ഥിയുടെ ക്രമസംഖ്യ, പേര്, ചിഹ്നം ഒന്നും തന്നെ മറക്കരുത്. ഈ സീൽ ഒട്ടിക്കുന്നത് പിങ്ക് പേപ്പർ സീൽ പൊട്ടിക്കാതെ ആർക്കും തന്നെ BUവിന്റെ അകത്തെ സാധനങ്ങൾ എടുക്കാൻ കഴിയില്ല എന്നുറപ്പാക്കാനാണ്. മെഷീൻ നിർമ്മാതാവിന്റെ എഞ്ചിനീയർ പിന്നെ സ്ഥാനാർത്ഥി അഥവാ അവരുടെ പ്രതിനിധികൾ ഈ പിങ്ക് പേപ്പർ സീലിന്മേൽ ഒപ്പിടണം. എന്നിട്ട് BU കേബിൾ കണക്ടറുമായി ബന്ധിപ്പിക്കുക. ഇത് അൺയൂസ്ഡ് പവർ പാക്കിൽ പ്ലഗ് ചെയ്യുക. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ടോഗിൾ സ്വിച്ച് ഉപയോഗിച്ച് പവർ ഓൺ ചെയ്യുക. ഇനി കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷൻ തുറന്ന് കാൻഡിഡേറ്റ് സെറ്റ് ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് സെറ്റ് കാൻഡിഡേറ്റ് തിളങ്ങുന്നത് കാണാം. കൂടാതെ ബീപ്പ് ശബ്ദവും കേൾക്കാം. ഇനി BUവിലുള്ള അവസാനത്തെ കാൻഡിഡേറ്റ് നോട്ട നീല ബട്ടൺ അമർത്തുക. നോട്ട ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥിയുടെ നമ്പർ 5 ആണെങ്കിൽ ഡിസ്പ്ലേയിൽ കാണാം കാൻഡിഡേറ്റ്സ് 5. ഇനി ഡിസ്പ്ലേ കാണിക്കുന്നത് ഇൻവാലിഡ് എന്നാണെങ്കിൽ അതിനർത്ഥം മെഷീനിൽ ആദ്യത്തെ എന്തൊക്കെയോ ഡാറ്റ ബാക്കിയുണ്ടെന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ ക്ലോസ് ബട്ടൺ അമർത്തുക. ഡിസ്പ്ലേയിൽ പോൾ ക്ലോസ്ഡ് വരുന്നതുവരെ കാത്തിരിക്കുക. ഇനി റിസൾട്ട് ബട്ടൺ അമർത്തുക. എന്നിട്ട് എൻഡ് കാണിക്കുന്നതുവരെ കാത്തിരിക്കുക. ഇനി ക്ലിയർ ബട്ടൺ അമർത്തുക. എന്നിട്ട് എൻഡ് കാണിക്കുന്നതുവരെ കാത്തിരിക്കുക. ഇതിനുശേഷം കാൻഡിഡേറ്റ് സെറ്റ് ചെയ്യാൻ ആദ്യത്തെ പ്രക്രിയ ആവർത്തിക്കുക. ഇപ്പോൾ CUവിൽ സ്ഥാനാർത്ഥികൾ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നു ലിങ്ക് എറർ 1 എങ്കിൽ ഇതിനർത്ഥം BU ശരിയായി കണക്ട് ചെയ്യാതെയാണ് കാൻഡിഡേറ്റ് ബട്ടൺ അമർത്തിയതെന്നാണ്. കണക്ഷൻ പരിശോധിക്കുക. എന്നിട്ട് കാൻഡിഡേറ്റ് സെറ്റ് പ്രക്രിയ പുനരാരംഭിക്കുക. ഇപ്പോൾ EVM ശരിയായി സീൽ ചെയ്യേണ്ട സമയമാണ്. അഡ്രസ് ടാഗ്സ് ഘടിപ്പിച്ച് അവയെ അതിൻ്റെതായ ക്യാരിയിങ് കേസുകളിൽ പാക്ക് ചെയ്യുക. ഇപ്പോൾ EVM അയക്കാൻ തയ്യാറായിരിക്കുന്നു. ഡിസ്പേഴ്സൽ ഓഫ് പോളിംഗ് പാർട്ടീസ്. പ്രിസൈഡിംഗ് ഓഫീസർ അദ്ദേഹത്തിന് നൽകിയ EVM അദ്ദേഹത്തിന്റെ പോളിംഗ് സ്റ്റേഷനിലേക്ക് തന്നെ ഉള്ളതാണോ എന്ന് പരിശോധിക്കുന്നു. ഡെലിവറി സ്വീകരിക്കുന്നതിന് മുൻപ് അദ്ദേഹം അതിന്റെ സീരിയൽ നമ്പറും അഡ്രസ് ടാഗും പരിശോധിക്കുന്നു. അദ്ദേഹം മെഷീൻ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കുന്നു. അദ്ദേഹം CU സ്വിച്ച് ഓൺ ചെയ്ത്
ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് CU സ്ഥാനാർത്ഥികളുടെ ശരിയായ എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അദ്ദേഹം ബാലറ്റ് പേപ്പർ ശരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അദ്ദേഹം കാൻഡിഡേറ്റ് ബട്ടൺ അൺമാസ്ക്ഡും ബാക്കി മാസ്ക്ഡും ആണോ എന്ന് പരിശോധിക്കുന്നു. ആരോ ഘടിപ്പിച്ച CU, BU എന്നിവയുടെ സീൽ പോളിംഗിനോട് ബന്ധപ്പെട്ട ജോലിക്കാർ ഒരു സമയത്തും തുറക്കുവാൻ പാടില്ല. അദ്ദേഹത്തിന് BU, CU എന്നിവയിൽ എന്തെങ്കിലും തകരാറുണ്ടെന്ന് തോന്നിയാൽ അത് മാറ്റാൻ ആവശ്യപ്പെടാം. പോളിംഗ് ഡേ പ്രിപ്പറേഷൻ. വോട്ടെടുപ്പ് ദിനത്തിൽ ടീമിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന നിലയിൽ യൂണിറ്റുകൾ അവയുടെ ബോക്സിൽ നിന്നും എടുത്ത് അവയെ കണക്ട് ചെയ്ത് CUവിന്റെ സ്വിച്ച് ഓൺ ചെയ്യുക. ആദ്യം വോട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുറപ്പുവരുത്താൻ ടോട്ടൽ ബട്ടൺ അമർത്തുക. കുറഞ്ഞത് 50 വോട്ടിന്റെ മോക്ക് പോൾ ചെയ്യുക. പോളിംഗ് ഏജന്റിന് തന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനും കൂടാതെ ഓരോ സ്ഥാനാർത്ഥിക്കും ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിന്റെ ഒരു റെക്കോർഡ് സൂക്ഷിക്കാനും അനുമതി കൊടുക്കുക. ഇതിൽ നോട്ടയും ഉണ്ടായിരിക്കണം. ഈ സ്റ്റെപ്പ് വളരെ പ്രധാനമാണ്, കാരണം ഇതിലൂടെ മെഷീന്റെ ശരിയായ പ്രവർത്തനം സുനിശ്ചിതമാക്കുന്നു. ഇനി ക്ലോസ് ബട്ടൺ അമർത്തി പോളിംഗ് ഏജന്റുമാരെ കാണിച്ചു കൊടുക്കുക. ഇനി വോട്ടുകളൊന്നും രേഖപ്പെടുത്താനാകില്ല എന്ന്. ഇനി നിങ്ങൾ വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ ഡിസ്പ്ലേയിൽ ഇൻവാലിഡ് എന്ന് എഴുതി വരും. ഇനി റിസൾട്ട് സെക്ഷന്റെ അകത്തെയും പുറത്തെയും ഡോറുകൾ തുറക്കുക. ഇനി റിസൾട്ട് അമർത്തി ഏജന്റുമാരെ മോക്ക് പോളിന്റെ റിസൾട്ട് കാണിച്ചു കൊടുക്കുക. അവർ സംതൃപ്തരായതിനു ശേഷം EVMൽ നിന്നും മോക്ക് പോൾ ഡാറ്റ ക്ലിയർ ചെയ്യുക. പ്രിസൈഡിംഗ് ഓഫീസർ മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് പൂരിപ്പിച്ച് അതിൽ പോളിംഗ് ഏജന്റുമാരുടെ കയ്യൊപ്പ് വാങ്ങണം. മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് പൂരിപ്പിക്കുന്നതിന് മുൻപ് മോക്ക് പോളിന്റെ റിസൾട്ട് ക്ലിയർ ചെയ്യാൻ മറക്കരുത്. ആരോ മോക്ക് പോളിന്റെ കണ്ടക്റ്റിന്റെയും സ്റ്റാറ്റസിന്റെയും വിവരങ്ങൾ സൂക്ഷിക്കണം. മൈക്രോ ഒബ്സർവർ കൂടി ഈ പ്രക്രിയയിൽ പങ്കെടുക്കണം. പിന്നെ എവിടേക്കെയാണോ വീഡിയോഗ്രാഫി ആവശ്യമായി വരുന്നത് അവിടെയെല്ലാം വീഡിയോഗ്രാഫി ചെയ്തിരിക്കണം. മോക്ക് പോൾ ഡാറ്റ ക്ലിയർ ആക്കിയതിനു ശേഷം നിശ്ചയിക്കപ്പെട്ട സീലും ടാഗ്സും ഉപയോഗിച്ച് CUവിനെ സീൽ ചെയ്യുക. അങ്ങനെ ഇത് ശരിയായ സമ്മതിദാനത്തിന് സജ്ജമാകും. 2 ഫലങ്ങൾ ലഭിക്കാനായി നൽകപ്പെട്ട ഫ്രെയിമുകളിൽ ഗ്രീൻ പേപ്പർ ഇടുക. റിസൾട്ട് സെക്ഷന് അകത്തുള്ള കമ്പാർട്ട്മെന്റ് ഡോർ അടയ്ക്കുക. ഇതിന്റെ ഗ്രീൻ പേപ്പർ സീൽ പുറത്തേക്ക് തള്ളി നിൽക്കണം. റിസൾട്ട് സെക്ഷന്റെ അകത്തുള്ള കമ്പാർട്ട്മെന്റിനെ സീൽ ചെയ്യുക. ക്ലോസ് ബട്ടൺ കാണാവുന്ന രീതിയിലായിരിക്കണം സ്പെഷ്യൽ ടാഗ് ഒട്ടിക്കേണ്ടത്. ഗ്രീൻ പേപ്പർ സീൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് റിസൾട്ട് സെക്ഷൻ ഡോർ അടച്ചിരിക്കുന്നത് എന്ന് ഉറപ്പാക്കുക. റിസൾട്ട് സെക്ഷന്റെ പുറത്തെ കമ്പാർട്ട്മെന്റിന്റെ ഡോർ അഡ്രസ് ടാഗ് ഉപയോഗിച്ച് സീൽ ചെയ്യുക. ഇനി ഔട്ടർ പേപ്പർ സ്റ്റിപ്പ് സീൽ ഒട്ടിക്കുക. സ്റ്റിപ്പ് സീലിന്റെ പ്രീ ഗംഡ് പോർഷൻ A ഗ്രീൻ പേപ്പർ സീലിന്റെ ബേസിന്റെ അടുത്തായി വരണം. Aയെ മറയ്ക്കുന്ന വാക്സ് പേപ്പർ മാറ്റുക. എന്നിട്ട് ഗ്രീൻ പേപ്പർ സീലിന്റെ മേൽഭാഗത്തെ ലെയറിൽ ഒട്ടിക്കുക. B മാറ്റുക. എന്നിട്ടത് അപ്പർ ലെയറിന്റെ മുകളിലായി ഒട്ടിക്കുക. B ഒട്ടിച്ചതിനു ശേഷം പ്രീ ഗംഡ് പോർഷൻ Cയുടെ മേൽഭാഗത്തായിരിക്കും. Cയുടെ പുറത്തുള്ള വാക്സ് പേപ്പർ നീക്കം ചെയ്യുക. ഇനി സീലിന്മേലുള്ള പച്ച പേപ്പർ സീലിന്റെ 2 ഭാഗവും അമർത്തുക. ഇനി സ്റ്റിപ്പ് സീലിനെ ക്ലോസ് ബട്ടൺ വിൻഡോയുടെ നേരെ താഴ്ത്തൂ. ഇടത് ഭാഗത്തു കൂടെ കൺട്രോൾ യൂണിറ്റിൽ ചുറ്റുക. സ്റ്റിപ്പ് സീലിന്റെ മറുഭാഗം വലതു ഭാഗത്തു നിന്നും മേലോട്ട് കൊണ്ടുവരിക. ഇപ്പോൾ പ്രീ ഗംഡ് പോർഷൻ Dക്ക് മേലെയാണ്. ഇതിന്റെ വാക്സ് പേപ്പർ മാറ്റുക. എന്നിട്ട് ഇത് പച്ച പേപ്പർ സീലിന് മുകളിൽ ഒട്ടിക്കുക. കൺട്രോൾ യൂണിറ്റ് ഇപ്പോൾ യഥാർത്ഥ പോളിംഗിന് തയ്യാറായി. പോളിംഗ് സ്റ്റേഷനിൽ EVM സെറ്റ് ചെയ്യുക. വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ബാലറ്റ് യൂണിറ്റ് അഥവാ യൂണിറ്റുകൾ വയ്ക്കുക. കൺട്രോൾ യൂണിറ്റ് പ്രിസൈഡിംഗ് ഓഫീസർ അല്ലെങ്കിൽ തേർഡ് പോളിംഗ് ഓഫീസറുടെ മേശമേൽ വയ്ക്കുക. ഇനി CUവിന്റെ പവർ ഓൺ ചെയ്യാം. ഇപ്പോൾ EVM വോട്ടെടുപ്പിന് തയ്യാറായി. പോളിംഗ് ഓഫീസർ കൺട്രോൾ യൂണിറ്റിന്മേലുള്ള സ്റ്റാർട്ട് ബട്ടൺ അമർത്തി സമ്മതിദായകരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു. ബിസി ലാമ്പ് തിളങ്ങാൻ തുടങ്ങുന്നു. സമ്മതിദായകൻ പോളിംഗ് കമ്പാർട്ട്മെന്റിൽ കയറി തനിക്കിഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നു.
അയാൾ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്ത് ബട്ടൺ അമർത്തുന്നു. മെഷീനിൽ നിന്നും ഒരു ഉച്ചസ്വരം കേൾക്കുന്നു. ഇത് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞതായി സൂചിപ്പിക്കുന്നു. പോളിംഗ് നടക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും വോട്ടർക്ക് EVM മെഷീൻ ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ കാർഡ് ബോർഡ് കൊണ്ടുള്ള BUവിന്റെ മോഡൽ ഉപയോഗിച്ച് വോട്ടർക്ക് നടപടിക്രമം വിശദീകരിച്ചു കൊടുക്കുന്നു. ഒരു കാരണവശാലും പ്രിസൈഡിംഗ് ഓഫീസർ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ പ്രവേശിച്ച് വിശദീകരണം നൽകുവാൻ പാടില്ല. എങ്കിലും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ BU പരിശോധിക്കുന്നു. അതും അകത്ത് വോട്ടേഴ്സ് ആരും ഇല്ലാത്ത അവസരത്തിൽ. അതിന്റെ ഉദ്ദേശം യാതൊരു വിധത്തിലുമുള്ള അനർത്ഥവും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് സ്ഥാനാർത്ഥികളുടെ പേരിന്മേൽ പേപ്പർ അഥവാ ടേപ്സിന്റെ ഒട്ടിക്കൽ തുടങ്ങിയവ ഇല്ല എന്ന് ഉറപ്പാക്കുവാണിത്. മീനിങ് ഓഫ് EVM ഡിസ്പ്ലേസ്. വരൂ നമുക്കിവിടെ കാണാം CUവിന്റെ വ്യത്യസ്ത ഡിസ്പ്ലേയുടെ അർത്ഥം എന്താണെന്ന്. കാൻഡിഡേറ്റ് 16 EVM 16 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നോട്ടയും ഉൾപ്പെടുന്നു. ഇൻവാലിഡ്, അതായത് CUവിൽ ഏതെങ്കിലും ബട്ടൺ ക്രമം തെറ്റി അമർത്തപ്പെടുന്നു. ഫുൾ, ഇതിനർത്ഥം EVM ഡിസൈൻ ചെയ്തിരിക്കുന്ന മാക്സിമം വോട്ടുകളുടെ എണ്ണം അവ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതായത് 2000 വോട്ടുകൾ. ബാറ്ററി ഹൈ, മീഡിയം, ലോ, ഇതിന്റെ അർത്ഥം വ്യക്തമാണ്. സീരിയൽ നമ്പർ E00001, ഇത് കൺട്രോൾ യൂണിറ്റിന്റെ ആന്തരിക സീരിയൽ നമ്പറാണ്. കമ്പ്യൂട്ടിംഗ് റിസൾട്ട്, അതായത് ഫലത്തിന്റെ എണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്നു. PST ആൻഡ് PET, പോളിംഗ് സ്റ്റാർട്ടിംഗ് ടൈം, പിന്നെ പോൾ ആൻഡ് ടൈം. പോൾ റിസൾട്ട് PDT, അതായത് പോളിന്റെ തീയതിയും സമയവും. കാൻഡിഡേറ്റ് 06236 എന്നതിന്റെ അർത്ഥം 6ാം നമ്പർ സ്ഥാനാർത്ഥിക്ക് 236 വോട്ട് കിട്ടിയെന്നാണ്. പ്രിന്റിംഗ് എന്ന് വെച്ചാൽ പ്രിന്റിംഗ് നടക്കുന്നുണ്ട്. ക്ലോക്ക് എറർ എന്ന് വെച്ചാൽ RTC, റിയൽ ടൈം ക്ലോക്ക്, ടൈമിൽ എന്തോ തകരാറുണ്ടെന്നാണ്. ഇനി ഡിസ്പ്ലേയിൽ വരുന്നത് ലിങ്ക് എറർ 1 എന്നാണെങ്കിൽ അതിനർത്ഥം കേബിൾ CUവുമായി ശരിയായ കണക്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സ്ലൈഡ് സ്വിച്ച് പൊസിഷൻ ശരിയായ എണ്ണത്തിൽ സെറ്റ് ചെയ്തിട്ടില്ല എന്നാകാം. അതുമല്ലെങ്കിൽ ബാലറ്റിംഗ് യൂണിറ്റുകൾ ശരിയാം വിധം ക്രമപ്പെടുത്തിയിട്ടില്ല എന്നുമാകാം. പ്രസ്ഡ് എറർ, ഇതിനർത്ഥം BUവിലെ ഒരു ബട്ടൺ അബദ്ധവശാൽ അമർത്തിപ്പോയി, അഥവാ അത് ജാമായി. എറർ, ഇതിന്റെ അർത്ഥം CU ഇനി പ്രവർത്തനക്ഷമമല്ല. അറ്റ് ദ ക്ലോസ് ഓഫ് പോൾ, ഈ പോളിംഗ് സ്റ്റേഷനിൽ ഇന്നത്തെ പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. പോളിംഗ് അവസാനിച്ച ശേഷം ക്ലോസ് ബട്ടണിന്മേൽ ഒട്ടിച്ചിരിക്കുന്ന ക്യാപ്പ് നീക്കം ചെയ്ത് അമർത്തുക. കൺട്രോൾ യൂണിറ്റിൽ ഇപ്പോൾ ബാറ്ററിയുടെ സ്ഥിതി, നോട്ട ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ മൊത്തം എണ്ണം, PST, PET, പിന്നെ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം എന്നീ മെസ്സേജുകൾ കാണാം. ഈ അവസരത്തിൽ ഒരു പ്രശ്നം നേരിട്ടേക്കാം. വരൂ നിങ്ങൾക്കതിനെക്കുറിച്ച് പറഞ്ഞു തരാം. പോളിംഗ് അവസാനിച്ചതിന് ശേഷവും ബാലറ്റ് ബട്ടൺ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ അബദ്ധവശാൽ ബട്ടൺ അമർന്നു പോയാൽ ഈ രണ്ട് കാര്യത്തിനും CUവിലെ റെഡ് ബിസി ലാമ്പ് കത്താൻ തുടങ്ങും. അപ്പോൾ CU പവർ ഓഫ് ചെയ്യണം. അപ്പോൾ ലാമ്പ് കത്തുന്നത് നിൽക്കും. രണ്ടാമതും പവർ ഓൺ ചെയ്യുക, എന്നിട്ട് പോളിംഗ് അവസാനിപ്പിക്കുക. പോളിംഗ് ക്ലോസ് ചെയ്തതിനു ശേഷം ക്ലോസ് ബട്ടൺ ക്യാപ്പ് രണ്ടാമത് ഫിക്സ് ചെയ്യുക. ബോട്ടം കമ്പാർട്ട്മെന്റ് തുറന്ന് വീണ്ടും പവർ ഓഫ് ചെയ്യുക. കേബിൾ ഡിസ്കണക്ട് ചെയ്യൂ. ഇനി CUവും BUവും അതിൻ്റെതായ ക്യാരിങ് കേസുകളിൽ പാക്ക് ചെയ്യുക. കേസുകൾ സീൽ ചെയ്ത് അതിന്മേൽ അഡ്രസ് ടാഗ്സ് ഘടിപ്പിക്കുക. VVPAT ഉപയോഗിക്കുന്നിടത്ത് അവിടെയുള്ള എല്ലാ VVPATന്റെ കേബിളുകളും ഡിസ്കണക്ട് ചെയ്യുക. എന്നിട്ട് യൂണിറ്റ് അതാത് ക്യാരിയിങ് കേസുകളിൽ സീൽ ചെയ്യുക. കൗണ്ടിംഗ്. വോട്ടെണ്ണാൻ റിസൾട്ട് സെക്ഷന്റെ സീൽ തുറക്കണം. പക്ഷെ വളരെ സൂക്ഷിക്കണം. പുറത്തെ ഡോർ തുറക്കുക, അകത്തെ ഡോർ തുറക്കരുത്. മെഷീന്റെ പവർ ഓൺ ചെയ്യുക. പവർ കുറവാണെങ്കിൽ ഡിസ്പ്ലേയിൽ ലൈനുകൾ കാണാം, അല്ലെങ്കിൽ ഒന്നും തന്നെ കാണില്ല. അപ്പോൾ CUവിൽ പുതിയ ബാറ്ററി ഇടുക. ഇനി പച്ച നിറത്തിലുള്ള സീൽ നീക്കം ചെയ്യുക. റിസൾട്ട് ബട്ടൺ വരെ എത്തുക. റിസൾട്ട് കുറിച്ചെടുക്കുക. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും. ഡൂസ്
ഡൂസ് ആൻഡ് ഡോൺസ്. നമുക്കിനി നിർണായകമായ വേണ്ടതും വേണ്ടാത്തതും കാണാം. ശരിയായ ഉപയോഗത്തിന് മുമ്പ് EVMന്റെ ഓപ്പറേഷൻസ് ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുക. EVMനെ ചൂട്, പൊടി, മഴ, അഗ്നി തുടങ്ങിയ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. BUവും CUവും വച്ചിരിക്കുന്ന പ്രതലത്തിൽ ശരിക്കും ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. കേബിൾ CUവുമായി ശരിക്കും കണക്റ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. കേബിൾ ഒരു ഭാഗത്തു കൂടെ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റൂ. ഇതുകൂടാതെ വളരെയേറെ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അതായത് ലേച്ചിന്മേലും ഹിഞ്ചിന്മേലും കൂടുതൽ സമ്മർദ്ദം നൽകരുത്. സീലിംഗ് ചെയ്യുമ്പോൾ മെഷീൻമേൽ ഉരുകിയ മെഴുകോ അരക്കോ വീഴരുത്. കൺട്രോൾ യൂണിറ്റ് കൗണ്ടിംഗ് ടേബിളിൽ എത്തുന്നതുവരെ സ്ട്രിപ്പ് സീൽ നീക്കം ചെയ്യരുത്. വോട്ടണൽ അവസാനിക്കുന്നതുവരെ പവർ പാക്ക് നീക്കരുത്. മെഷീനുകളുമായി ബന്ധപ്പെടുത്തുന്ന കേബിൾ കണക്ടറിന്റെ ഹുഡിൽ യോജിപ്പിച്ചിട്ടുള്ള സ്പ്രിംഗ് പോലെയുള്ള ക്ലിപ്പ് അമർത്താതെ വലിക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യേണ്ട കാര്യം EVM എപ്പോഴും ശ്രദ്ധാപൂർവമായ പരിപാലനത്തിൽ ആണെന്ന കാര്യം സുനിശ്ചിതമാക്കണം. ഇനി ചെയ്യരുതാത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം യാതൊരു കാരണവശാലും അല്ലെങ്കിൽ ഏതൊരവസ്ഥയിലും മെഷീൻ തുറക്കാനുള്ള ശ്രമം നടത്തരുത്. കൂടാതെ ഇതിന്റെ അകത്തും പുറത്തുമുള്ള സീലുകളെ ഇളക്കാൻ ശ്രമിക്കരുത്. മെഷീൻ റിപ്പയർ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒരു കാരണവശാലും നടത്തരുത്. റീക്യാപ്പ്. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതിന്റെ ജോലികളെല്ലാം പൂർത്തിയാക്കി. ബന്ധപ്പെട്ട എല്ലാവർക്കും തൃപ്തികരമായി. പോളിംഗ് കഴിഞ്ഞ് ഫലം പുറത്തായി. ഇനി നമുക്ക് ഈ പ്രയാണത്തിന്റെ ചില വിശിഷ്ടമായ വശങ്ങൾ കാണാം. ഈ പ്രയാണത്തിന്റെ ആരംഭം തുടങ്ങുന്നത് FLC അഥവാ ഫസ്റ്റ് ലെവൽ ചെക്കിങ്ങിൽ നിന്നാണ്. ഇവിടെ EVMലെ എല്ലാ പഴയ ഡാറ്റകളും നീക്കം ചെയ്യുന്നു. ഇവിടെ ആദ്യമായി ഒരു റാൻഡമൈസേഷനും തുടർന്ന് ഒരു മോക്ക് പോളും നടത്തുന്നു. CUവിൽ പിങ്ക് നിറത്തിലുള്ള പേപ്പർ ഒട്ടിക്കുന്നു. അപ്പോൾ ആർക്കും തന്നെ സീൽ പൊട്ടിക്കാതെ മെഷീന്റെ അകത്തെ ഭാഗങ്ങളിൽ എത്തപ്പെടുവാൻ സാധിക്കുന്നില്ല. സ്ഥാനാർത്ഥികളെ അന്തിമമായി തീരുമാനിച്ചതിനു ശേഷം EVM ഒരിക്കൽ കൂടി RO ലെവലിൽ റാൻഡമൈസ് ചെയ്യപ്പെടുന്നു. ഇവിടെ നിന്നാണ് ഇത് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. EVM പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് RO തലത്തിൽ തയ്യാറാക്കപ്പെടുന്നു. അതിൽ ബാലറ്റ് പേപ്പറുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. പിന്നെ ഒരിക്കൽ കൂടി ഒരു മോക്ക് പോൾ ചെയ്തിട്ട് അതിന്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നു. BUവിൽ പിങ്ക് നിറത്തിലുള്ള പേപ്പർ കൊണ്ട് സീൽ ചെയ്ത് ഒരു കാര്യം ഉറപ്പാക്കുന്നു. ഇത് പൊട്ടിച്ചിട്ടല്ലാതെ ആർക്കും ഇതിനകത്തെ സാധനങ്ങൾ എടുക്കാൻ കഴിയരുത് എന്ന വസ്തുത. ഇതിനുശേഷം പ്രിസൈഡിംഗ് ഓഫീസറും അദ്ദേഹത്തിന്റെ ടീമും EVMനെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ യഥാർത്ഥ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു മോക്ക് പോൾ കൂടെ നടത്തപ്പെടുന്നു. അങ്ങനെ മെഷീനുകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവസാന പരിശോധന പൂർത്തിയാകുന്നു. കൺട്രോൾ യൂണിറ്റിന്റെ റിസൾട്ട് സെക്ഷൻ വളരെ ശ്രദ്ധാപൂർവ്വം സീൽ ചെയ്യപ്പെടുന്നു. അതിനുശേഷം വോട്ട് രേഖപ്പെടുത്തുന്നു. വോട്ടിംഗ് കഴിഞ്ഞതിനു ശേഷം EVMനെ ശരിയായി അടച്ച് നിർദ്ദേശപ്രകാരം സീൽ ചെയ്യുന്നു. ഇനി EVM കൗണ്ടിംഗ് സെന്ററിൽ എത്തിക്കുന്നു. അവിടെ വെച്ച് സീൽ പൊട്ടിച്ച് വോട്ടെണ്ണൽ നടക്കുന്നു. ഫലപ്രഖ്യാപനം നടത്തിയതിനു ശേഷം EVMനെ സ്ട്രോങ് റൂമിൽ തിരികെ കൊണ്ടുവരുന്നു. വീണ്ടും അടുത്ത വോട്ടിങ്ങിനായി കാത്തിരിപ്പ് തുടരുന്നു.